ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്, കാരണം രണ്ട് പേരുള്ളൊരു അവർക്ക് പെരുന്നാളായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്ക് ലീവാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യും, അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. എത്രത്തോളം ഇത് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുന്ന എനിക്കറിയില്ല, എന്നാലും പറ്റുന്നിടത്തോളം ഞാൻ എടുത്തിട്ട് വീഡിയോയ്ക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് രാവിലെ 2 എക്കോ ഓൾറെഡി വന്നു കേട്ടോ. ഞാൻ വന്ന ഉടനെ തന്നെ സർജറിയുള്ള 2 പേഷ്യൻസിന് ഓൾറെഡി രാവിലെ 2 എക്കോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. രാവിലെ ഞാനൊരു നേന്ത്രപ്പഴമാണ് കഴിച്ചത്. ഇവിടെ വന്നതിന് ശേഷം കേട്ടോ കഴിച്ചത് നേന്ത്രപ്പഴം. പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് കൊടുത്തിട്ടില്ല, കാരണം ഇന്ന് നെയ്ച്ചോറും ബീഫുമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് റെഡി ആവാത്തതുകൊണ്ട് ഞാനിങ്ങ് വേഗം പോന്നു. അച്ഛനിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ കൊടുന്നു തരാൻ പറഞ്ഞു കേട്ടോ ഫുഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ കൂടി ചെയ്യാനുണ്ട്. എന്നിട്ട് നമുക്ക് അതൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വായ ഇത് ജെൽ ബോക്സുകളാട്ടോ. നമുക്ക് ECG എടുക്കുമ്പോഴും എക്കോ എടുക്കുമ്പോഴൊക്കെ നമ്മളിത് യൂസ് ചെയ്യും. അപ്പോൾ ഇത് 4 ബോട്ടിലാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റീഫിൽ ചെയ്യണം. 3 ഞാൻ ഓൾറെഡി റീഫിൽ ചെയ്ത് വെച്ചു. ഇനി ഇത് നിറയ്ക്കണം കേട്ടോ. കണ്ട ഈ ഒരു വലിയ ബോട്ടിൽ നിന്നാണ് ഇതിലോട്ട് എടുക്കേണ്ടത്. ഞാൻ ഈ ഒരു സിറിഞ്ച് യൂസ് ചെയ്തിട്ടാട്ടോ അത് നിറയ്ക്കാം. ഇതിന്നിങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ആക്കും. അപ്പോൾ ആ പണി ചെയ്യാം. അങ്ങനെ ഞാൻ 4 ജെൽ ബോക്സും സക്സസ്ഫുള്ളി നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ കഷ്ടിച്ചൊരു 1 വീക്കൊക്കെ ഇരിക്കുള്ളൂ. ഒരെണ്ണം നമ്മൾ ഇവിടെ തന്നെ വെക്കും കേട്ടോ, ECG റൂമിൽ. ECG എടുത്തവർക്കൊക്കെ അറിയുണ്ടാവും, നിങ്ങളുടെ മേത്തൊരു ജെല്ല് വെക്കില്ലേ, ആ ജെല്ലാണിത്. അപ്പോൾ ഒരെണ്ണം ഇവിടെ വെക്കും, ഒരെണ്ണം ഞാൻ എക്കോ മെഷീൻ്റെ ഉള്ളിൽ വെക്കും. പിന്നെ ബാക്കി 2 നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും, എന്തായാലും ആവശ്യം വരും. ഒരു ജെൽ ബോക്സ് ഒരു 1-2 ദിവസമൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടത് ബാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ എക്കോ മെഷീൻ. അപ്പം ഞാൻ ഒരെണ്ണം ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ജെല്ല് വെക്കുന്ന സ്ഥലം. അങ്ങനെ ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി 2 നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ താഴെ ഈ ഒരു ഷെൽഫുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കും. നമ്മൾ ആവശ്യം വരുമ്പോൾ എന്നിട്ട് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ജെൽ ബോക്സ് നമ്മളിതാ ECGയുടെ സൈഡിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ OPയിലെ ചേച്ചിയുണ്ട്. ചേച്ചി ഇഡലിയും പിന്നെ പഴവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സാന പെരുന്നാളിൻ്റെ വിശേഷം പറയാൻ വിളിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും കാറ്റിലൊരു ആൻജിയോഗ്രാം വന്നു. നമ്മുടെ മെഷീൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് അറിയില്ല, വെറുതെ ഇരിക്കുകയാണ്. മറ്റേത് അവരൊക്കെ ഉണ്ടാകുമ്പോൾ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോൾ കുറച്ച് ബോറടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിക്കുകയാണ് ഇവിടുത്തെ എക്കോ റൂമും TMT റൂമും ECG റൂമൊക്കെ എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോയാലോ. ഇതാണ് ഞങ്ങളുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ECG, TMT, എക്കോ ഇങ്ങനെ 3 റൂമായിട്ടാട്ടോ വരുന്നത്. അപ്പം നമ്മളാദ്യം എക്കോ ടെക്നീഷ്യൻസ് ആയതുകൊണ്ട് തന്നെ എക്കോ റൂം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്കോ റൂം. പക്ഷേ ഇവിടെ എക്കോ മെഷീൻ ഇല്ല ഗൈസ്. എക്കോ മെഷീൻ കൊണ്ടുപോയ കാര്യം ഞാൻ മറന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പിന്നെ കാണിച്ചു തരാം. നമുക്കൊരു ECG എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു എക്കോ എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്കോ മെഷീൻ ഓണാക്കാം കേട്ടോ. നമ്മൾ CCUവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മെഷീൻ ഒരു കേസ് വന്നപ്പോൾ. അപ്പോൾ അവിടെ തിരിച്ചു കൊണ്ടുവന്ന് ഓണാക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. പെട്ടെന്ന് ഓഫ് ആയിക്കോളും, പക്ഷേ ഓണാവാൻ കുറച്ച് സമയം എടുക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി 2-3 എക്കോ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അച്ഛൻ ഫുഡ് കൊണ്ടുവരാൻ വരുന്നുണ്ട്. അപ്പോൾ ആകെ ഹറിബറിയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എക്കോ എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ഞാൻ ഓടിപ്പോയി വാങ്ങി, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ വലിയൊരു തിരക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ സാർ ഫുഡ് കഴിക്കാൻ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബഹളമായിരുന്നു, കാരണം TMT എടുക്കണം, എക്കോ എടുക്കണം, ECG എടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഓടി കളിക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് ചോറ് കഴിച്ചു. നെയ്ച്ചോറും ബീഫായിരുന്നു കഴിച്ചു കേട്ടോ. ഇടയിൽ സമയം കിട്ടി പെട്ടെന്ന് കഴിച്ചതാണ്. ഇനിയിപ്പോൾ സാറൊന്ന് പോവുമെന്ന് അറിയില്ലല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം കഴിച്ചതാണ്. ഇപ്പോൾ സാറ് പോയപ്പോൾ സമയം 3:15 കേട്ടോ. എന്തായാലും നമ്മുടെ കഴിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളിവിടെ കുറച്ച് നേരം വെറുതെ ഇരിക്കും, സാറ് വരണവരെ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സാധാ കലാപരിപാടികൾ തുടങ്ങും. TMT വരും, എക്കോ വരും, ECG വരും. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ ബോറടിച്ചിരിക്കേണ്ട അവസ്ഥ വന്നില്ല, കാരണം ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണമായിട്ട് വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സാറ് ഇതുവരെ കഴിച്ചിട്ടെത്തിയിട്ടില്ല, ഇപ്പം തന്നെ എത്തും. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ECG, TMT, എക്കോ 3 മുറികളായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എക്കോ ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എക്കോ ആദ്യം കാണിക്കാം. എക്കോ റൂമാണിത്. വാതിലിറങ്ങുന്ന ശബ്ദമായിട്ട് ആരും പേടിക്കേണ്ട. ഇതാണ് നമ്മുടെ എക്കോ മെഷീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പണി ആയുധം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എക്കോ മെഷീൻ. ഇവിടെ ഒരു ബെഡ് ഉണ്ട്, പിന്നെ ഒരു AC ഉണ്ട്,
പിന്നെ ഇതാ നമ്മൾ റിപ്പോർട്ടൊക്കെ അടിക്കണ സിസ്റ്റം കേട്ടോ. മറ്റേ പ്രിൻ്റർ പിന്നെ നമ്മുടെ എക്കോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രിൻ്ററാണ്. പിന്നെ ഇങ്ങനെ ഒരു കസേരയുണ്ട് നമുക്ക് ഇരുന്ന് എക്കോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു എക്കോ റൂമിലുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ECG റൂം നോക്കിയാലോ. ECG റൂമും വളരെ സിമ്പിളാണ്. ECG എടുക്കുന്ന ഒരു മെഷീൻ ഉണ്ട് ഇവിടെ, പിന്നെ ജെൽ ബോക്സ്, പിന്നെ അതാ ഈ ഒരു ബെഡ് ഉണ്ട്. സിമ്പിളാട്ടോ. ECG റൂമിൽ നമ്മൾ ഫാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ECG റൂമിൽ ഇത്ര സാധനങ്ങളുള്ളൂ. പിന്നെ ഒരു ടേബിളുണ്ട്. ഈ ടേബിളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. താഴെ കോട്ടനും പിന്നെ ECGയുടെ റിപ്പോർട്ട് എടുക്കണ ആ പേപ്പറൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ECG റൂം. ഇതാണ് നമ്മുടെ TMT റൂമാണ് നമ്മുടെ മെയിനായിട്ടുള്ള സ്ഥലം. വാതിൽ മെല്ലെ അടയ്ക്കാമല്ലേ. ഇവിടെ ഒരു ബെഡ് ഉണ്ട്. നമുക്ക് പേഷ്യൻസിന് പെട്ടെന്ന് TMT ഒക്കെ ചെയ്യേണ്ട ഇടയ്ക്ക് വല്ല ഗിഡിനെസ്സോ അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ അങ്ങനെയൊക്കെ വന്നാൽ പെട്ടെന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കിടത്താൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ബെഡ് ഉണ്ട് കേട്ടോ. പിന്നെ 2 ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ ഇത് വേറെ എന്തിൻ്റെയൊക്കെ റെക്കോർഡ്സാണ്. പിന്നെ ഇതാ ഇങ്ങനൊരു ട്രേ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ട എമർജൻസി മെഡിസിൻസും കുറച്ച് സിറിഞ്ചസും കാര്യങ്ങളൊക്കെയാണ്. കാരണം പെട്ടെന്ന് നമുക്ക് TMT എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യിക്കുകയാണല്ലോ. പെട്ടെന്ന് എപ്പോഴും നമുക്ക് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എമർജൻസി മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ട്രേയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു എക്കോൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാട്ടോ. നമ്മൾ പഠിക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതാ BP അപ്പാരറ്റസ് ഉണ്ട്, ഒരു സ്റ്റെത്ത് ഉണ്ട്. പിന്നെ ഇതൊക്കെ വെള്ളം കുപ്പിയാണ്. ഇതാണ് നമ്മുടെ TMT മെഷീൻ. ഇതിലാട്ടോ നമ്മൾ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് പേഷ്യൻ്റ് മേത്ത് കണക്ട് ചെയ്തിട്ട് ECG റൺ ചെയ്യിക്കുന്നത്. പിന്നെ നമ്മുടെ സിസ്റ്റം ഇതിലാണ്. നമ്മുടെ ECG ഒക്കെ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് പ്രിൻ്ററും ഉണ്ട്. പിന്നെ DFib കേട്ടോ. പെട്ടെന്ന് എങ്ങാനും വല്ല കാർഡിയക് അറസ്റ്റ് അങ്ങനത്തെ വല്ല സംഭവങ്ങളൊക്കെ വരുമോ നമുക്കറിയില്ല. ബൈ ചാൻസ് എന്ത് വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ നമ്മളൊരു പ്രിക്കോഷൻ പോലെ നമ്മൾ DFib ഇവിടെ വെക്കും കേട്ടോ. ചാർജ് ആയിട്ടാണ് എപ്പോഴും ഇരിക്കുക. പിന്നെ ഒരു AC ഉണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ TMT റൂമിലുള്ളത്. സെൻറ്ററിൽ കണ്ടു കുറേ പേരും ഡേറ്റൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോൾട്ടർ ടെസ്റ്റ് വരും. ഹോൾട്ടർ എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ, ചിലയിടത്ത് അതിലും കൂടുതൽ മണിക്കൂറുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ECG റീഡ് ചെയ്യണ ഒരു സംഭവമാണത്. അപ്പോൾ അതിൻ്റെ ഡേറ്റും പിന്നെ അതിലത്തെ പേഷ്യൻസിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കാം കേട്ടോ ഈ ഒരു എൻ്റെ കലണ്ടറിൽ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു റൂമുള്ളൊരു ET ഓടുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതാ തൊട്ടടുത്തൊരു ബാത്റൂം ഉണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു ഞങ്ങളുടെ ഏരിയയിൽ മെയിനായിട്ടുള്ള 3 റൂമുകളും പിന്നെ ഇൻക്ലൂഡിങ് ഒരു ബാത്റൂമും അങ്ങനെയൊക്കെ. എൻ്റെ ബാഗൊക്കെ താഴെയായിട്ടാണ് വെച്ചിട്ടുള്ളത്. താഴെയാണ് വെക്കാറുള്ളത്. അങ്ങനെ ഇപ്പോൾ സമയം 5-10 ഒക്കെ ആയി. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കോട്ടൊക്കെ ഊരി വെച്ചു, ബാഗൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വേറെ ഇനി പരിപാടിയൊന്നുമില്ല. അവിടെ പഞ്ച് ചെയ്തിട്ട് ഇറങ്ങണം. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങി. ഇപ്പം ഞാൻ വീട്ടിലേക്കുള്ള വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളുടെ അവിടെ ഉള്ളൊരു അമ്പലമാണ്. വീട്ടിലേക്ക് എത്താറായി. അനിയനെ സാധാരണ വിളിക്കാൻ വരാറ്. പെട്ടെന്ന് വണ്ടി എന്തോ ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നടന്നു പോവാണ്. മമ്മൂര് ജംഗ്ഷനിൽ ഇറങ്ങി 10 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. അപ്പം ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. വീട്ടിലാണ് അപ്പോൾ കഴിക്കാൻ നല്ല പുട്ടും പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചായയും കൂട്ടി ഞാൻ കഴിക്കാം. അങ്ങനെ ഇതാ ഞാൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം തന്നെ സമയം ഒരു രാത്രിയൊക്കെ ആയിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. കഴിച്ചിട്ട് വേറെ ഒന്നുമില്ല. സാധാരണ ബിഗ് ബോസ് ഉള്ളപ്പോൾ ഞാൻ 9 മണി 9:30 ബിഗ് ബോസ് പോയിരുന്ന് കാണും. എന്നിട്ട് 1 മണിക്കൂർ പിന്നെ അതിൻ്റെ മുമ്പിലിരിക്കും. ഇന്നലെ ഫിനാലെ ആയിരുന്നല്ലോ. അങ്ങനെ ബിഗ് ബോസും തീർന്നു. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പോവുക, കഴിക്കുക, കിടന്നുറങ്ങുക, വീണ്ടും ഇതേ പൊട്ടിയും തന്നെ. നാളെ രാവിലെ നേരത്തെ എണീക്കുക, ഡ്യൂട്ടിക്ക് പോവുക, അതൊക്കെ തന്നെ. പിന്നെ ഇയാളെ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഏതോ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് എൻ്റെ 1 വയസ്സുള്ളപ്പോൾ എനിക്ക് വെളിച്ചം ഗൾസിൽ നിന്ന് കൂടുന്നതാണ്. ഇപ്പോഴും ഇവിടെയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് പോകാം കേട്ടോ. നെസ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിച്ച 2-3 സാധനങ്ങൾ കാണിച്ചിട്ടാട്ടോ. ഇത് എൻ്റെ ബോഡി ലോഷൻ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാസ്ലിൻ്റെ ഒരു ബോഡി ലോഷൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ലതാണ് അവർ പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചത്. ഒരു ഓർഗല്ലോ എന്ന് പറയുന്ന ഓണിയൻ ഷാമ്പു വിത്ത് കണ്ടീഷണർ ആട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇത് ഞാൻ ഇതിൽ യൂസ് ചെയ്ത് നോക്കാത്തൊരു സംഭവമാണ്. പിന്നെ ഇത് ഒരു ബോഡി വാഷ് ആട്ടോ, ഫിയാമയുടെ. പിന്നെ എൻ്റെ ഫേസ് വാഷ് തീർന്നു. അപ്പോൾ ലാക്ടോകലാമിൻ്റെ ഫേസ് വാഷ്, ലാക്ടോകലാമിൻ്റെ ക്രീം സാധാരണ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇതും നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ മാഡ് ആംഗിൾസ്, ഇത് ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ വാങ്ങിച്ചതാട്ടോ. എന്തായാലും ആരും ഇല്ലാത്തതുകൊണ്ട് ബോറടിച്ചിരിക്കുമ്പോൾ കഴിക്കാമെന്ന് വെച്ച് വാങ്ങിയതാണ്. പക്ഷേ ഇത് ഞാൻ കൊണ്ടുപോകാൻ മറന്നു ഗൈസ്. അങ്ങനെ അതും വെച്ചു. ഇനി നമുക്ക് നേരെ താഴേക്ക് പോകാം കേട്ടോ.
ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും തന്നെ അമ്മ രാത്രി കഴിക്കാനുള്ള ഫുഡ് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അച്ഛനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ നെയ്ച്ചോറ് നമ്മുടെ ഓവനിൽ ചൂടാക്കിയിട്ട് അമ്മ എടുത്തുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ രാത്രിത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെ നല്ല ചൂടാക്കിയിട്ടുള്ള നെയ്ച്ചോറും ചൂട് ബീഫ് കറിയും പിന്നെ ഡേറ്റ്സ് പിക്കിളാണ്. ഡേറ്റ്സ് പിക്കിൾ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് കേട്ടോ. ഈ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിയതാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഈ ഒരു കിറ്റ്കാറ്റിൻ്റെ പകുതി ഭാഗം അച്ഛനാട്ടോ കഴിച്ചത്. പിന്നെ ഇത് മല്ലിക എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങയാണ്. രണ്ടും നെസ്റ്റോന്ന് തന്നെയാട്ടോ വാങ്ങിയത്. ഈ മാങ്ങ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല കുറച്ച് പുളി ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി എന്തായാലും ടേസ്റ്റ്. പിന്നെ ഞാൻ നമ്മുടെ കിറ്റ്കാറ്റും കഴിച്ചു. അത് ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിൾ ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കേണ്ടത്. അപ്പം ഞാനതൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ടി വി കാണാനിരിക്കാം. ഇവരുടെ ചാനൽ നിങ്ങൾ കാണാറുണ്ടോ? പ്രവീണും പ്രണവും പിന്നെ മൃദലയും, ഇവരുടെ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ കിടക്കാൻ പോകാൻ നേരത്ത് നോക്കുമ്പോൾ അമ്മ അവിടെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.